പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടിയെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തിയുമാക്കും
കൈ പിടിക്കുവാനായിട്ടുള്ളവർ രണ്ടുപേരും ചെറുക്കിൻ്റെ സൈഡിൽ നിന്നും പെൺകുട്ടിയുടെ സൈഡിൽ നിന്നുള്ളവർ മുന്നോട്ട് കടന്നു വരുന്നു. ഈ ഒത്തുകല്യാണത്തിന് ദൈവവും തന്റെ പരിശുദ്ധമാലാഖമാരും ദൈവദർശിമാരും സ്നേഹന്മാരും പരിശുദ്ധന്മാരും ഇവിടെ നമ്മോടുകൂടി ഒരുങ്ങി നിൽക്കുന്ന സകലാനും സാക്ഷികളായിരിക്കട്ടെ. ദൈവമല്ല ഇപ്പോഴും അവരോടുകൂടി ഇരുന്നവരെ ശോഭിപ്പിക്കുകയും ഐശ്വര്യമുള്ളവരാക്കുകയും അവരെ വാഴ്ത്തുകയും അവരെ സ്നേഹമുള്ളവരാക്കി തീർക്കുകയും വാഴ്വുകളുടെ മഴ അവർക്ക് പെയ്യുകയും നന്മകളും സന്താനങ്ങളും അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആയത് പരിശുദ്ധ അമ്മയുടെയും സ്ലിഹായുടെയും വർഗീയസദായുടെയും ശേഷം സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ദൈവമായ കർത്താവേ, കാണപ്പെടുവാൻ വഴിയാത്ത നിന്റെ വലതുകൈ നീട്ടി പട്ടക്കാട് കൈകളാൽ വാഴ്ത്തി വലതു കൈകളെ വാഴ്ത്തിയിടമേ. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈകളെ വാഴ്ത്തട്ടെ. നോകിനും നിന്റെ വാഗ്ദത്തം നൽകിയ നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ വിരുന്നിനെ വാഴ്ത്തിയ ദൈവമായ കർത്താവ് ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. നമ്മുടെ പിതാവായ അബ്രഹാമിനെ കാണപ്പെടുകയും ബലിയിൽ നിന്ന് ഇസ്ഹാക്കിനെ രക്ഷിക്കുകയും ചെയ്ത നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ സന്ദർഭത്തെ വാഹിച്ച നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. ആകാശത്തു നിന്നും മന്ന ഇറക്കുകയും സമുദ്രത്തിൽ നിന്ന് കാടപക്ഷികളെ കരയേറ്റുകയും ചെയ്ത നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. ചെറിയ പാറയിൽ നിന്നും വെള്ളത്തിന്റെ 12 നദികളെ പുറപ്പെടുവിച്ച നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. തന്റെ സൃഷ്ടാവിന്റെ തലമേൽ കൈവച്ച് യോർദാൻ നദിയിൽ തന്നെ മാമോദിസ മുക്കിയ മോർ യൂഹാന മംദാനയുടെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. മരുഭൂമിയിൽ വെച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയ നമ്മുടെ ദൈവമായ കർത്താവിന്റെ വലതു കൈ ഈ തൃക്കൈ വലതു കൈകളെ വാഴ്ത്തട്ടെ. രോഗികളെ സൗഖ്യമാക്കുകയും കുഷ്ഠരോഗികളെ വെടിപ്പാക്കുകയും തടരപ്പെട്ടവരെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉറപ്പിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ ഈ വലതു കൈകളെ വാഴ്ത്തട്ടെ. തങ്ങളുടെ തലമുറകളിൽ ദീർഘദർശിമാരോടുകൂടി ഇരിക്കുകയും തങ്ങളുടെ ജനങ്ങളിൽ സ്നേഹന്മാരോട് കൂടി പെരുമാറുകയും തങ്ങളുടെ പോരാട്ടങ്ങളിൽ സഹോദരന്മാരോടുകൂടി ഇരിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിന്റെ വലതു കൈ ഈ ഒത്തുകല്യാണ വിരുന്നുകാരുടെയും ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിച്ചവരുടെ മേലും ഈ ശുശ്രൂഷ നമ്മളോടുകൂടി ഒരുങ്ങി നിൽക്കുന്ന എല്ലാവരുടെ മേലും വന്ന് താമസിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തുതിയും തന്നെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളിൽ ആർദ്രത തോന്നീണ ഏകാത്മജനോട് നിന്നോർമ്മ ഉദഗണമേ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക. പരിശോധന്മാരെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ശേഷിക്കുന്നതായ ചടങ്ങുകൾ പള്ളിയുടെ ഹോളിലുള്ള വിവരം ഭവനക്കാർക്ക് വേണ്ടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ തന്നെ എല്ലാവരും കല്യാണത്തിന്റെ ചടങ്ങുകൾ ബാക്കിയുള്ളതായ ചടങ്ങുകൾ ഇപ്പോൾ അടിയങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹത്തിൻ്റെതായ കൈപിടുത്തത്തിൻ്റെതാകുന്ന അനുഗ്രഹങ്ങളെ വർഷിക്കുന്നതായ ശുശ്രൂഷകൾ കഴിഞ്ഞ് ദൈവത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുമ്പോൾ മകനെ എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് നടക്കുന്ന ഒത്തിരിയാണ് ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ തുടർന്നുള്ളതായ മൈലാഞ്ചി ചടങ്ങുകൾ, ചടങ്ങുകൾ തുടർന്ന് ദൈവമേ അവിടുന്ന് ഇതിന് മക്കൾക്ക് വേണ്ടി അനുവദിക്കുന്ന വിവാഹദാസ് ഇതൊക്കെയും ഏറ്റവും അനുഗ്രഹമായി വിവാഹമാണ്. അവിടുന്ന് സഹായിക്കണമെന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഇതിന്റെ മക്കളെ ഒന്നാക്കി അവർക്ക് വേണ്ടി അനുവദിക്കുന്ന കുടുംബജീവിതത്തെ പ്രാർത്ഥിക്കുന്നതാണ്. അനുഗ്രഹത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കുവാൻ പുത്രപുത്രി സുഹൃത്തുക്കളിലൂടെ
അനുഗ്രഹത്തിന്റെ നാളുകളിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ അനുഗ്രഹിച്ചു. നന്നായതിനോട് ഈ കുടുംബങ്ങൾ ഒന്നായി തീരുമ്പോൾ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ ഇരു കുടുംബങ്ങൾക്കും ഇപ്പോൾ ഇവിടെ ഇതിന് സംബന്ധിക്കുന്നതായ ഇവരെ അനുഗ്രഹിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന അടിയങ്ങൾക്കെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലൂടെ ഞങ്ങൾക്കൊക്കെ സന്തോഷമായി തീരുവാൻ സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടവയ്ക്ക് അത് നന്മയായി തീരുവാൻ സഹായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നതാണ്. ഇനി നടക്കുന്ന ഓരോ ശുശ്രൂഷകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെ അനുവദിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നിത്യവും നന്ദികരയിലൂടെ ജീവിപ്പാണ് നിങ്ങളെ എല്ലാവരെയും ഒരുക്കണം വഴികൾ പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും ജീവനുമായ നാമത്തിൽ ചോദിക്കുന്നു. ദൈവമാതാവേ ഞങ്ങളുടെ കാവൽപിതാക്കന്മാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം അപേക്ഷിച്ചുകൊള്ളണമേ. തിരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ. തിരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ. കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി കൊച്ചിലഴിമുഖം കണ്ടവാറേ. വെടിവച്ചു ഗോപുരം കേറുന്നപ്പോൾ ചിപ്പായി മാരവർ വിളിക്കൊള്ളുന്നു. സന്തുക്കളൊക്കെ തളരുന്നയ്യോ. പള്ളിത്തണ്ടിന്മേൽ കൊടിയും കുത്തി തണ്ടിനു മീതേയ രാജവർമ്മൻ. ചെമ്പകശ്ശേരിയും കൂടെയുണ്ട്, വെട്ടത്തു മന്നനും കൂടെയുണ്ട്. പുറഹമാർ യൗസേപ്പ് എഴുന്നള്ളുന്നു. കത്തങ്ങൾ നാലാരരികെയുണ്ട്. ഷെമ്മാശന്മാരവർ പലരുമുണ്ട്. ശിപ്പായി മാരവർ അരികെയുണ്ട്. തൊമ്മൻ കീ
കീനാനവൻ കൂടെയുണ്ട്. വന്നു കടലാസു വാങ്ങിക്കൊണ്ട് കാലത്തു നിങ്ങളവിടെ ചെന്ന് കൈക്കു പിടിച്ചു കരയിറക്കി കനകം പോതിഞ്ഞോരു പള്ളിത്തണ്ട് കണ്ടു കരേറിയിരുന്നു കൊണ്ട് ഘോഷത്തോടെ ചെന്നു കോട്ട പൂക്ക് കോട്ടയിൽ മന്നൻ പെരുമാൾ താനും. ഉറഹമാർ യൗസേപ്പെഴുന്നള്ളുന്നു. കത്തങ്ങൾ നാലാരരികെയുണ്ട്. ഷമ്മാശന്മാരവർ പലരുമുണ്ട്. ശിപ്പായിമാരവർ അരികെയുണ്ട്. കൊമ്മൻ കീനാനവൻ കൂടെയുണ്ട്. വന്നു കടലാസു വാങ്ങിക്കൊണ്ട് കാലത്തു നിങ്ങളവിടെ ചെന്ന് കൈക്കു പിടിച്ചു കരയിറക്കി കനകം പോതിഞ്ഞോരു പള്ളിത്തണ്ട് കണ്ടു കരേറിയിരുന്നു കൊണ്ട് ഘോഷത്തോടെ ചെന്നു കോട്ട പൂക്ക് കോട്ടയിൽ മന്നൻ പെരുമാൾ താനും. ചെറുക്കിന്റെ അമ്മാച്ചൻ 3-4 പ്രാവശ്യം ചോദിച്ചു വഴിപോകലില്ലേ വഴിപോകല് കൊടുത്തോട്ടെ കേട്ടില്ല. വലിയ കഷ്ടമാട്ടോ. ചെറുക്കിന്റെ അമ്മാച്ചന് കൊടുക്കാനുള്ള വഴിപോലെ കൊടുത്തോട്ടെ കിട്ടും. ഷെഡിന്റെ അമ്മാച്ചൻ ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് വഴിപോലെ തന്നു. വഴിപോലെ മേടിച്ചോട്ടെ കേട്ടില്ല. വഴിപോലെ മേടിച്ചോട്ടെ കേട്ടില്ല.